ഹലോ, നമ്മളിന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ സ്ഥലമാണിത്. അഞ്ചുരുളി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നത് എന്തായിരിക്കും? അഞ്ചുരുളികൾ എന്നൊക്കെയല്ലേ. പക്ഷേ അതൊരു സ്ഥലപ്പേരായി മാറുന്നത് എങ്ങനെ? അവിടെ വെച്ച് അഞ്ചുരുളി ആർക്കെങ്കിലും നഷ്ടപ്പെട്ടോ? അതോ ആരെങ്കിലും അഞ്ചുരുളി അവിടെ വെച്ച് നിർമ്മിച്ചുവോ? അതോ മറന്നു വെച്ചോ? ഇങ്ങനെ പല വഴിക്ക് പോകും നമ്മുടെയൊക്കെ ചിന്തകൾ. കേരളത്തിൽ അറിയപ്പെടുന്ന ജലഗുഹാമുഖങ്ങളിൽ ഒന്നാണ് അഞ്ചുരുളി. 5 കുന്നുകളായി ബന്ധപ്പെട്ടതാണ് ഈ പേര്. ഉരുളി കമഴ്ത്തി വെച്ചേക്കുന്നത് പോലെ 5 കുന്നുകൾ ഈ ജലസംഭരണിയിൽ നമുക്ക് കാണാൻ പറ്റും. ആദിവാസികളാണ് ഈ പേര് നൽകിയത്. ജലം നിറഞ്ഞു നിന്നാൽ ഈ കുന്നുകൾ നമുക്ക് ദൃശ്യമാകില്ല. ഡാമിൽ വെള്ളം പൂർണ്ണമായി നിറയുമ്പോൾ ടണലിന്റെ മുഖത്തോളം വെള്ളം കയറും. ഇന്ത്യയിൽ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണിത്. മലകൾക്കപ്പുറം 4.75 കിലോമീറ്റർ ദൂരെ നിന്നും പാറ തുരന്ന് നിർമ്മിച്ച ടണൽ. അതിന്റെ അവസാന ഭാഗം കാണപ്പെടുന്നത് അഞ്ചുരുളിയിലാണ്. ഇടുക്കി ആർച്ച് ഡാമിന്റെ ജലസംഭരണ പ്രദേശത്തിന്റെ അവസാന ഭാഗമാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്ക് സമീപം കാഞ്ചിയാർ വില്ലേജിൽപ്പെട്ട ഈ സ്ഥലം. ഈ ടണലിൽ കൂടിയാണ് ഇരട്ടയാർ ഡാമിൽ നിന്നുള്ള ജലം ഇടുക്കി ജലസംഭരണിയിൽ എത്തിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2430 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള ഗുഹാമുഖവും വെള്ളച്ചാട്ടവുമാണ് ഏറെ ആകർഷകം. ആയിരത്തി 1970-73 കാലത്ത് ഇടുക്കി ഡാം നിർമ്മിക്കുമ്പോൾ വൃഷ്ടിപ്രദേശങ്ങൾ കണ്ടെത്തി വെള്ളം ജലസംഭരണിയിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇടുക്കി ജലസംഭരണിയിലെ ജലം കുളമാവ് വഴി മൂലമറ്റത്ത് എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 1974 മാർച്ച് 10 ഈ ടണലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1980 ജനുവരി 30 ഉദ്ഘാടനം ചെയ്തു. 6 വർഷം കൊണ്ടാണ് 4 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കം നിർമ്മിച്ചത്. ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യ വികസിക്കാത്ത കാലമാണെന്ന് ഓർക്കണം. ടണൽ നിർമ്മിച്ചത് കോലഞ്ചേരിക്കാരൻ പൈലിയാണ്. വശങ്ങൾ ഉൾപ്പെടെ 5.5 കിലോമീറ്റർ നീളമുള്ള ടണലിന് 24 അടി വ്യാസമുണ്ട്. അഞ്ചുരുളിയിൽ നിന്നും ഇരട്ടയാറിൽ നിന്നും ഒരേ സമയം പണി നടത്തിയായിരുന്നു നിർമ്മാണ സമയത്ത് 22 പേർ അപകടത്തിൽ മരിച്ചു. മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 2000 അടിക്ക് മുകളിൽ ഉയരമുണ്ട് ഈ മലയ്ക്ക്. എങ്ങനെയാണ് അഞ്ചുരുളിയിൽ വെള്ളം എത്തുന്നത് എന്ന് നോക്കാം. പാറക്കടവിലൂടെ കടന്നു വരുന്ന തോടും വണ്ടൻമേട്ടിൽ നിന്ന് എത്തുന്ന തോടും കൂടി കൂട്ടാറിൽ വെച്ച് ഒന്നുചേരുന്നു. കൂട്ടാറിൽ നിന്നും ആറൊഴുകി തൂക്കുപാലം എന്ന സ്ഥലത്തുകൂടി നെടുങ്കണ്ടത്ത് എത്തുന്നു. അവിടെ വെച്ച് കോമ്പയാറുമായി ചേർന്ന് കല്ലാറിൽ നിന്നും ടണലിലൂടെ വെള്ളം ഇരട്ടയാർ ഡാമിലെത്തുന്നു. അവിടെ ശേഖരിക്കപ്പെടുന്ന ജലം 4.25 കിലോമീറ്റർ ഈ തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ജലസംഭരണിയിൽ എത്തുന്നത്. അത് അഞ്ചുരുളിയിലാണ്. അതിനാലാണ് അഞ്ചുരുളി ഒരു പ്രകൃതി രമണീയതയുള്ള പ്രദേശമായി മാറുന്നത്. ടണലിലൂടെ ഒഴുകി വരുന്ന ജലം ഇടുക്കി ജലസംഭരണിയിലേക്ക് പതിക്കുന്ന രംഗം മനോഹരമായ കാഴ്ചയാണ്. ഈ ടണലിലൂടെ വേനൽക്കാലത്ത് സഞ്ചാരികൾ നടക്കാറുണ്ടെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല. കാരണം 5 കിലോമീറ്റർ അപ്പുറം കാണാൻ കഴിയാത്ത ദൂരമാണ്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടു മാത്രം. കൂടാതെ ഇരട്ടയാറിൽ നിന്നും വെള്ളം തുറന്നു വിടുന്നത് എപ്പോഴാണെന്ന് അറിയണമെന്നുമില്ല. അതിനാൽ അത്തരം പ്രവൃത്തികൾക്ക് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അഞ്ചുരുളി ടണലിന്റെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.